ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നപ്പം ഒരു സ്ഥലം വരെ പോവാണ്. നാളെ വിഷു അല്ലേ, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. ഞങ്ങളപ്പം ഏഞ്ചൽ, ലിൻഡേട്ടൻ, അമ്മൂസ്, ഞങ്ങളിതാ ഒരിടം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ടു ദാറ്റ് പ്ലേസ്. ഇപ്പം എത്തും, ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ അങ്ങോട്ടേക്ക്. നാളത്തെ വിഷുവിൻ്റെ സ്പെഷ്യൽ ഒരു പ്ലേസാണ്. ഞങ്ങൾക്ക് 2 ടൂ വീലർ എടുത്ത് അങ്ങ് പോവുകയാണ്. അപ്പം ഞങ്ങളൊരു 9 o'clock ഒക്കെ ആയപ്പം പോകുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇതാ അമ്മൂസും ലിൻഡേട്ടനും പുറകെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഓവർടേക്ക് പോയി. എന്താ എത്താറായി. ലൈറ്റ്സൊക്കെ കണ്ടോ? സ്റ്റാർട്ടിങ് പോയിൻ്റാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ആ പ്ലേസൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഞങ്ങളപ്പോൾ ഇച്ചിരി ഇങ്ങ് മാറി വണ്ടി പാർക്ക് ചെയ്തു. ഉണ്ടോ? പക്ഷെ ഞങ്ങൾ എന്നപ്പോഴത്തേക്കും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞായിരുന്നു. എല്ലാവരും തിരിച്ചു പോരുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെന്ന് തിരിച്ചു പോകുന്നു. എല്ലാവരും റിട്ടേൺ പോകുന്നതാ. അപ്പോൾ ഞങ്ങളവിടെ സ്പോട്ടിലെത്തി ഗൈസ്. വിഷു മാറ്റം 2024 ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത്. പറവൂരിനടുത്ത് ചേന്നമംഗലത്താണ്. അവിടെ ഒരു പ്ലേസിൽ അവരിങ്ങനെ വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് തിങ്സും കാര്യങ്ങളൊക്കെ അങ്ങ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഒത്തിരി ഷോപ്പുകളുണ്ടായിരുന്നു. പ്രോഗ്രാംസ് കഴിഞ്ഞിട്ട് നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. നമ്മളവിടെ കുറച്ച് നേരം എടുത്ത് കണ്ട് പോന്നു. നാളത്തെ വിഷുവിൻ്റെ കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇത് കൂപ്പൺ ഒരെണ്ണത്തിന് 20 രൂപയായിരുന്നു. അത് അപ്പോൾ തന്നെ നറുക്കെടുക്കുമായിരുന്നു. ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിനാണ്. പിന്നെ ഒത്തിരി പ്രൈസസ് ഉണ്ട് കേട്ടോ. എല്ലാവരും അത് എടുക്കുന്നുണ്ടായിരുന്നു. അവസാനം തീരാറായിരുന്നു. കുറച്ചുണ്ടായിരുന്നു. കണ്ടോ, പഴയ കൊട്ടകൾ, പായ, ചട്ടികൾ, വിഷറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൃഷ്ണ വിഗ്രഹം നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പം ഞങ്ങളുടെ വക ആദ്യം തന്നെ ഇത് കണ്ടോളൂ. കണ്ടോ, ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു, ചട്ടികൾ, മൺചട്ടികൾ, പിന്നെ കത്തികൾ, ഒത്തിരി വെറൈറ്റി കത്തികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെടികൾ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. വിത്തുകളും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുണികളും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കൽഭരണികൾ അങ്ങനത്തെ. പിന്നെ നമ്മുടെ കോമൺ വെള്ളം കുലുക്കി സർബത്ത് ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങൾ, സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റ്സ്, പിന്നെ പഴയകാല മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ട്. ബെഡ്ഷീറ്റുകൾ, കൈത്തറി ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. തുണികൾ റേറ്റ് കുറവിനായിരുന്നു കേട്ടോ. ബാഗുകൾ, നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒത്തിരി പേരുണ്ടായിരുന്നു. ഇത് പാലക്കാടൻ ചുക്ക് കരിപ്പെട്ടി ട്രയൽ ചെയ്ത് നോക്കാനൊക്കെ അവർ തരുന്നുണ്ടായിരുന്നു. ചട്ടികളിൽ തന്നെ ഒത്തിരി സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. മൺചട്ടികളുടെ നല്ല ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങ് ചുറ്റി നടന്ന് കണ്ടു. പിന്നെ കണ്ടോ, കത്തികളുടെ വേറെ സെക്ഷൻ, കളിപ്പാട്ടങ്ങൾ. പിന്നെ ഏതെടുത്താലും 30 രൂപ എന്നുള്ള കണക്കിൽ 100 rupees ഗ്ലാസ്സിനൊക്കെ റേറ്റ് കുറവിനുള്ള ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. ഐസ്ക്രീം ഇല്ലാതെ എന്ത് വിഷു. ഐസ്ക്രീം ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ കമ്മലുകൾ, ലേഡീസിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ്. ഞങ്ങളവിടെ കുറച്ച് നേരം വാങ്ങി നോക്കി നിന്നായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിയൊന്നുമില്ല. എല്ലാം ഞങ്ങൾ കണ്ടിങ്ങ് പോകുന്നു. കണ്ടോ, മാങ്ങകൾ ഒത്തിരി കുന്നുകൂട്ടിയിട്ട് മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു. നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം ഷോപ്പ്, വിഷറി കണ്ടോ, നമ്മുടെ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പോലത്തുള്ള വിഷറികൾ, കൊട്ടകൾ, പുട്ട്, പിന്നെ കല്ല് നമ്മൾ ഇടിച്ച് വയ്ക്കാനായിട്ട് കൊട്ടകൾ, പുൽപ്പായ. ഇത് ഞാനും ഏഞ്ചലും ഞങ്ങൾ ചുമ്മാ ഒരു സെൽഫിങ് എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ അമ്മൂസും കൂടെ കയറി വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്പ്രിങ് പൊട്ടറ്റോ വാങ്ങിച്ചായിരുന്നു. അമ്മൂസിന് അത് വേണമെന്ന് പറഞ്ഞത് വാങ്ങിച്ചു. ഇച്ചിരി കട്ടി കൊടുപ്പ്, പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡുണ്ടുവിനെ കോൾ ചെയ്ത് അതെല്ലാം കാണിച്ചു കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ കയറിയായിരുന്നു. സർബത്ത് കുടിക്കാൻ കയറിയായിരുന്നു. ഞാൻ ലിൻഡേട്ടന് ഉപ്പിട്ട് വാങ്ങിച്ച്, അമ്മൂസ് സർബത്ത് കുടിച്ചായിരുന്നു. സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ സ്റ്റേജാണ് അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് വിഷുവിൻ്റെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങൾ ഒത്തിരി പടക്കങ്ങളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കണ്ടോ.
അടിച്ചു പൊളിച്ച്. പിന്നെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെ സെപ്പറേറ്റ് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണ്ടേ. സോ അങ്ങനെ അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു. നമുക്ക് ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. ഏഞ്ചൽ ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. എന്നിട്ട് ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. അപ്പം ഞങ്ങളുടെ ഒക്കെ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. എല്ലാവരും എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തോ? ഞങ്ങളുടെ കുഞ്ഞ് സെലിബ്രേഷൻ ഇങ്ങനെയാണ്. അപ്പയും അമ്മയൊക്കെ അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. അവർ പറഞ്ഞു ഞങ്ങളാരും ശല്യപ്പെടുത്തണ്ട, നിങ്ങൾ അപ്പുറത്തെ വാതിലിൽ കൂടി പോയി പടക്കമൊക്കെ പൊടിച്ച് വന്ന് കിടന്ന് ഉറങ്ങിക്കോ. കാരണം അവർക്ക് രാവിലെ നേരത്തെ എണീക്കലായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ആ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പടക്കമൊക്കെ പൊടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് എൻജോയ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നാളെ വൈകിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ പോണേ. അപ്പം എല്ലാവരും കണിയൊക്കെ കണ്ട് വിഷു കൈനീട്ടൊക്കെ വാങ്ങിക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം.